വാർത്തകൾ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാലോ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത് രാജ്യ തലസ്ഥാനത്താണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് രാജ്യത്തെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇതിൽ ഒരുപാട് അപ്ഡേറ്റുകൾ ഓരോ സമയവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ ഒരു പൊതു സാഹചര്യവും ഒക്കെ പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. ഹലോ മലയാളത്തിന്റെ ഈ മണിക്കൂർ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി അർദ്ധരാത്രി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. ഇതിനിടയിൽ 26 ദിവസം നീണ്ട നിരാഹാര സമരം സോനം വാങ്ചുക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട്. JP നദ്ദയും അതേപോലെ ജിതേന്ദ്ര സിംഗും ആശുപത്രിയിലെത്തി ചർച്ച നടത്തി. ഇതിന് പിന്നാലെയാണ് തീരുമാനം. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കും വരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് CJP വ്യക്തമാക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഇന്ന് CJPയുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും. വിശദാംശങ്ങളുമായി ഷപ്ന നമുക്കൊപ്പം ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. ഷപ്ന, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഈ സമരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡൽഹിയിൽ നിലനിൽക്കുന്ന പ്രതിഷേധ സാഹചര്യവുമായി ബന്ധപ്പെട്ട് കുറേ അധികം അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇന്നലെ സമൂഹ മാധ്യമത്തിൽ എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇവിടുത്തെ യുവാക്കളെ വേദനിപ്പിക്കുന്ന ഒന്നും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി എക്സിൽ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തു. അതിന് CJP സ്ഥാപകനും അതേപോലെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒക്കെ എക്സിൽ തന്നെ മറുപടി പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ഇന്നലെ അസാധാരണമായ രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ അർദ്ധരാത്രി പ്രധാനമന്ത്രി വീണ്ടും പങ്കുവച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ കേന്ദ്ര ക്യാബിനറ്റിൽ ഒരു സുപ്രധാനമായ തീരുമാനമുണ്ടാകുമെന്നും അടുത്തയാഴ്ച പാർലമെന്റിൽ ഒരു സുപ്രധാന ബില്ല് അവതരിപ്പിക്കുമെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും അതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പരാമർശമൊന്നുമില്ല. കർശനമായൊരു നടപടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, സുപ്രധാനമായ നടപടി പ്രതീക്ഷിക്കാം എന്നൊരു പ്രതികരണമാണ് ആ വീഡിയോയിൽ പ്രധാനമന്ത്രി നടത്തിയത്. അപ്പം അങ്ങനെ ഒരു അസാധാരണമായ ഒരു വീഡിയോ ഇടാനിടയായ ഒരു സാഹചര്യം എന്താണ് ഷപ്ന? പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാമത്തേത് ഇപ്പോൾ നിലവിലെ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ജന്തർ മന്ദറിലെ CJPയുടെ സമരമൊക്കെ ഇന്ന് എല്ലായിടങ്ങളിലും അവർ പ്രതിഷേധം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം അവസാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്താണ് പൊതുവിൽ ഒരു സാഹചര്യം? സേതു, ഇന്നലെ പ്രധാനമന്ത്രിയുടെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് അതിനോട് ഒട്ടും അനുകൂലമായൊരു സമീപനമായിരുന്നില്ല CJPയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം പ്രത്യേക കോടതി സ്ഥാപിക്കും, ഇതിൽ ഈ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറിൽ കുറ്റക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും തുടങ്ങിയ പ്രസ്താവനകളാണ് അദ്ദേഹത്തിൻ്റെതായി വന്നത്. എന്നാൽ CJP അത് തള്ളിക്കളയുകയായിരുന്നു. കാരണം ഇനി ഇവിടെ കോടതികളുടെ ആവശ്യമില്ല, സുപ്രീം കോടതി വരെ ഈ വിഷയം പരിഗണിച്ചതാണ്. കോടതികളിൽ കേസുകളായി കെട്ടിക്കിടക്കാനല്ല തങ്ങൾ സമരം ചെയ്യുന്നതിന്, ഇതിന് ഒരു ശാശ്വതമായ പരിഹാരമാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ CJP വക്താക്കൾ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് വളരെ നാടകീയമായി പ്രതിപക്ഷം രംഗത്ത് വന്നത്. ഇന്നലെ ഗാന്ധി സ്മൃതിയിൽ ഇത്തരത്തിൽ ഒരു എത്തുകയും ഈ പ്രതിപക്ഷ MP-മാർ എല്ലാവരും സംഘടിക്കുകയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വീഡിയോയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് കർശനമായ നടപടി എന്തായാലും ഉണ്ടാകും, വിദ്യാർത്ഥികളുടെ ആവശ്യം കൃത്യമായി പരിഗണിക്കും. അതോടൊപ്പം തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗം, ഈ മന്ത്രിസഭാ യോഗത്തിൽ നിർണായകമായ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. വിദ്യാർത്ഥികളുടെ സമരം ഏതായാലും അത്തരത്തിൽ ആ സമരത്തോട് ഒരു പ്രതികൂലമായ നിലപാടല്ല കേന്ദ്ര സർക്കാരിനുള്ളത്. അനുഭാവം പൂർണ്ണമായി ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കും എന്നാണ് ഈ പ്രധാനമന്ത്രി പറയുന്നത്. പക്ഷേ CJP മുന്നോട്ട് വയ്ക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ് യാതൊരു കോംപ്രമൈസിനും തങ്ങൾ തയ്യാറല്ല എന്നാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറായി വരുമ്പോൾ ആദ്യം ഇന്നലെ പോലും നമുക്കറിയാം ഈ ദീപ്ക അടക്കമുള്ളവർ പറഞ്ഞത് ജന്തർ മന്ദിറിൻ്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് ചർച്ചയ്ക്ക് വരട്ടെ എന്നതായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി ഇടപെടുന്നു. അതോടൊപ്പം തന്നെ വാങ്ചുക്കിൻ്റെ നിരാഹാരം അവസാനിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിമാർ ഇടപെടുന്നു, ആശുപത്രിയിലെത്തുന്നു. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ന്യായം എന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിദ്യാർത്ഥി നേതാക്കൾ ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക്, അതായത് ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. ഇന്ന് ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുകയും അതോടൊപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിദ്യാർത്ഥി നേതാക്കൾ അടക്കമുള്ളവർ, വിദ്യാർത്ഥികൾ അവിടെ സമരത്തിനെത്തുന്ന എല്ലാ വിദ്യാർത്ഥികളും അടക്കമുള്ളവർ പറയുന്നത് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി. കാരണം നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറിൻ്റെ ഉത്തരവാദി എന്ന് പറയുമ്പോൾ ആ ചോദ്യം ചോർത്തിയ ആൾക്കാർ മാത്രമല്ല, അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്തവരോ അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണഭോക്താക്കളായവരോ മാത്രമല്ല, ഇതിൻ്റെ ഒരു കേന്ദ്രീകൃത
വ്യക്തി എന്ന നിലയിൽ, കാരണം ഔദ്യോഗികമായി ഇതിൻ്റെ ഉത്തരവാദി വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ്. ഇത്രയും വർഷം കുട്ടികളുടെ കഠിന പ്രയത്നത്തെ തുടർന്ന് അവർ പരീക്ഷ എഴുതുന്നു. പരീക്ഷ എഴുതുമ്പോൾ അവർക്ക് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോരുന്നു. കുറച്ച് പേർ ഇതിന് ഇരകളാകുന്നു. പലരും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം, അവരുടെ നീണ്ട കാത്തിരിപ്പിൻ്റെ വലിയ സങ്കടമുണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി. പലരുടെയും ഭാവി ഇരുളടഞ്ഞ സാഹചര്യം. അത്തരത്തിലുള്ള ഈ സമരത്തിന്റെ ഒരു ഭാവി ഇനിയിപ്പോ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് CJPയുടെ. ഇപ്പം കേന്ദ്രം ചർച്ച നടത്താൻ തയ്യാറാണെന്ന് പറയുന്നു. പക്ഷേ പല കാര്യങ്ങളിലും CJPക്ക് അനുകൂല നിലപാടല്ല, ഇങ്ങനെയല്ല, ഈ രീതിയിൽ വേണം എന്നൊരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ചർച്ചയ്ക്കുള്ള വാതിൽ തുറന്നിട്ടുണ്ട് കേന്ദ്രം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ, അതിനും ഒട്ടും അനുകൂലമായ, അതല്ലെങ്കിൽ ഒട്ടും സ്വാഗതം ചെയ്യുന്ന സ്വീകാര്യമായ നടപടികളൊന്നും അല്ലെങ്കിൽ പ്രതികരണങ്ങളൊന്നും CJPയുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിഷേധമൊക്കെ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ പ്രതിഷേധങ്ങൾ അധികകാലം അങ്ങനെ നീണ്ടുപോയാലും അത് പിന്നീട് ആളുകൾ അതിന് കൊടുക്കുന്ന ഒരു അറ്റൻഷൻ കുറയും. അപ്പോൾ അതുകൊണ്ട് അതിന് മുൻപ് തന്നെ സംസാരിച്ച് ഇതിൽ ഒരു ചർച്ച നടത്തി തീരുമാനത്തിലേക്ക് എത്തണം. പക്ഷേ CJPക്ക് അങ്ങനെ ഒരു കാര്യത്തിലും ഒരു അനുകൂല നിലപാടിലേക്ക് അവർ എത്തുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും? ഇപ്പോഴും ഈ ജന്തർ മന്ദിറിൽ സജീവമായി തന്നെ വിദ്യാർത്ഥികൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു. ഈ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വന്നതൊന്നും ഈ സമരപ്പന്തലിനെ ബാധിച്ചിട്ടില്ല. സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ ഏതായാലും ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ വിളിച്ചിട്ടുണ്ട്. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ. ഏതായാലും ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന കാര്യം ഈ വിദ്യാർത്ഥി സംഘടനകൾ, നേതാക്കൾ ഉന്നയിക്കാനാണ് സാധ്യത. അത്തരം ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുമോ എന്നറിയില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ മറ്റ് ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങളാണ് എന്ന് ബോധ്യം വന്നിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും പറയുന്ന സാഹചര്യത്തിൽ ഏതായാലും വിദ്യാർത്ഥികളോട് അനുഭാവപൂർണ്ണമായ ഒരു തീരുമാനം എടുക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഈ സമരം ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പാക്കാനാണ് സാധ്യത. സേതു പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സമരം കുറേ അധികം ദിവസങ്ങളായി ഇവിടെ നീണ്ടു നിൽക്കുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ എത്തുന്നു, വലിയ പിന്തുണ അർപ്പിക്കുന്നു, പ്രതിപക്ഷം ഇതിൽ ഇടപെടുന്നു. അത്തരത്തിലുള്ള വലിയ ഈ രാജ്യവ്യാപകമായി ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സമരമായി ഇത് മാറുന്നുണ്ട്. പക്ഷേ ഇത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നവരും ഈ സമരം ഏതായാലും അവസാനിപ്പിക്കണമല്ലോ, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുകയും വേണം. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ രീതിയിൽ ഒരു മധ്യസ്ഥ ശ്രമത്തിന് ശ്രമിക്കുമ്പോൾ ആ രീതിയിലേക്ക് ഒത്തുതീർപ്പിനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ടോടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വ്യക്തത വരും. ഓക്കെ ഷപ്ന, ശരി.